നമസ്കാരം. നമസ്കാരം. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കരുത്തുറ്റ രണ്ട് വനിതാ നേതാക്കന്മാരെടുത്താൽ അത് ഈ പറഞ്ഞ പോലെ ഇന്ദിരാഗാന്ധിക്ക് ശേഷം അത്രത്തോളം എത്തില്ല എന്നുണ്ടെങ്കിലും സമകാലിക ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ഒന്ന് കേരളത്തിലെയും മറ്റും ദേശീയ തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് കേരളത്തിലെ ശൈലജ ടീച്ചർ എന്ന് പറയുന്നത് നമ്മുടെ മുൻ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്നു. പിന്നെ ഒന്ന് നിലവിലെ നിർമ്മലാ സീതാറാം. അപ്പോൾ നമ്മൾ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും വളരെ എന്താ പറയുക കൃത്യമായ അവരുടേതായ ഒരു എന്താ പറയുക വ്യൂ പോയിന്റും അവരുടേതായ കാര്യങ്ങൾ തെളിയിച്ചതാണ്. പക്ഷെ പലപ്പോഴും രണ്ടുപേരും തഴയപ്പെട്ടു അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തുന്ന രീതി പല കോണിലും നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ശൈലജ ടീച്ചർ ഈ പറഞ്ഞ പോലെ പിണറായി വിജയനേക്കാൾ 10,000 വോട്ട് കൂടുതൽ വോട്ട് പിടിക്കുന്നു. അത് പിണറായി വിജയന് വലിയ തരത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാകും. തനിക്ക് മേലെ ഒരാൾ ഉയർന്നു വരുന്നു എന്നുള്ളൊരു സാധനം അവിടെ ഇംപ്ലിമെൻ്റ് ആവുന്നു. മാത്രമല്ല പിണറായി വിജയനേക്കാൾ ഒരുപാട് ആരാധക വൃന്ദം ഈ പറഞ്ഞ പോലെ ശൈലജ ടീച്ചർക്ക് ഉണ്ടാകുന്നു. അത് വലിയ തരത്തിൽ അദ്ദേഹത്തിന് കോപത്തിന് വിധേയമാകുന്നു. അതിൻ്റെ ഭാഗമായി പതിയെ ശൈലജ ടീച്ചറെ തോൽക്കാൻ സ്ഥലത്തല്ല അപ്പോൾ ഷാഫി പറമ്പിലിന് നേരെ കൊണ്ടുപോയി നിർത്തുന്നു, തോൽപ്പിക്കുന്നു, ആ ഇമേജ് തകർക്കുന്നു. മാത്രമല്ല പിന്നീട് സണ്ണി ജോസഫിനെതിരെ കൊണ്ടുപോയി നിർത്തുന്നു, KPCC പ്രസിഡന്റിനെതിരെ വീണ്ടും തോൽപ്പിക്കുന്നു. ഇത്തരത്തിൽ ശൈലജ ടീച്ചറിനെ അങ്ങേയറ്റം തോൽപ്പിച്ച് ഇല്ലാണ്ടാക്കി ഇപ്പം നിയമസഭയിൽ ഇല്ലാണ്ടാക്കി വെച്ചിരിക്കുന്നു. മറുവശത്ത് ഈ പറഞ്ഞ പോലെ നിർമ്മലാ സീതാറാം ഈ പറഞ്ഞ പോലെ ഇന്ത്യയിൽ അറിയപ്പെടുന്ന പല കാര്യങ്ങളോടും ധനകാര്യം അദ്ദേഹമാണ് മാനേജ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും പൂർണ്ണമായി പിന്നെ ഫിനാൻസ് ബില്ലിനോട് മുഴുവനായിട്ടും എനിക്ക് പലതരത്തിൽ യോജിക്കാൻ പാടുണ്ടായിരുന്നില്ല. ഇപ്പോഴും ഞാൻ പല കാര്യങ്ങളോടും വിയോജിപ്പ് ഇപ്പോഴും രേഖപ്പെടുത്തുന്നുണ്ട്. പക്ഷെ അതേസമയം തന്നെ തൻ്റെതായ ഒരു മുഖമുദ്ര അല്ലെങ്കിൽ കൈമുദ്ര കൃത്യമായി പതിപ്പിച്ച ഒരു നേതാവാണ് ഈ പറഞ്ഞ പോലെ നിർമ്മലാ സീതാറാം. പക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അവരും ഈ പറഞ്ഞ പോലെ പതിയെ തഴഞ്ഞു പോകുന്നു അല്ലെങ്കിൽ ഇല്ലാണ്ടാകുന്നു എന്നുള്ള സാധനമുണ്ട്. കാരണം ശൈലജ ടീച്ചർ എങ്ങനെയാണോ ഇല്ലാണ്ടായത് അതേപോലെ മോദി അത്ര പ്രസക്തമായിട്ട് പല കാര്യങ്ങളും പറയേണ്ടിടത്ത് കൃത്യമായിട്ട് ഒഴിവാക്കുന്ന രീതിയിലോട്ട് പോകുന്നു. അപ്പം സാർ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിലെടുത്താലും സംസ്ഥാന രാഷ്ട്രീയത്തിലെടുത്താലും സജീവമായി വന്ന നാളെ മുഖ്യമന്ത്രിയാകും അല്ലെങ്കിൽ പ്രധാനമന്ത്രി വരെ ആകുമെന്ന് വന്ന നേതാക്കൾക്കൊക്കെ നിരാശയാണ് ഉണ്ടായിരിക്കുന്നത്. കേന്ദ്രത്തിൽ പറഞ്ഞാൽ നിർമ്മലാ സീതാരാമന് മുമ്പ് BJPയിൽ ഏറ്റവും അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന വനിതാ നേതാവ് സുഷമ സ്വരാജായിരുന്നു. വിദേശകാര്യമന്ത്രികളിൽ ഏറ്റവും നല്ല വിദേശകാര്യമന്ത്രി ആവുകയും ചെയ്തവർ. പിന്നീട് അവരെ അസുഖം കാരണം അവരെ മരണത്തിന് കീഴടങ്ങി. അതിനു മുമ്പ് തന്നെ അവരെ രാഷ്ട്രീയത്തിൽ കുറേശ്ശെ അപ്രസക്തമാക്കാൻ തുടങ്ങിയിരുന്നു. പിന്നെ വളർന്നു വന്നത് ആരും പ്രതീക്ഷിക്കാതെ എല്ലാവരും കൊട്ടിഘോഷിച്ചു. മോഡി ഭയങ്കര മഹാനാണ്, മോഡി വലിയ ജനാധിപത്യവാദിയാണ്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് നിർമ്മലാ സീതാരാമനെ പോലെ ഒരാളെ ധനകാര്യമന്ത്രിയാകാൻ ആക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. നിർമ്മലാ സീതാരാമൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അവരുടെ ഭർത്താവ് പറക്കാല പ്രഭാകർ അറിയപ്പെടുന്നൊരു സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. മാത്രമല്ല മോഡിയുടെ വിമർശകൻ കൂടിയാണ്. മോദിയെ മാത്രമല്ല അതേസമയം തന്നെ സ്വന്തം ഭാര്യയെയും ഫിനാൻഷ്യൽ കാര്യങ്ങൾ ശക്തമായ വിമർശനം അദ്ദേഹം രേഖപ്പെടുത്താറുണ്ട്. നിർമ്മലാ സീതാരാമനാണ് ധനകാര്യമന്ത്രിയെങ്കിലും കേന്ദ്രത്തിൻ്റെ ധനകാര്യ നയങ്ങളെ എതിർക്കുന്നതിൽ പരകാല പ്രഭാകറിന് യാതൊരു മടിയും കാണിച്ചിട്ടില്ല. ഇപ്പോഴും എതിർത്തുകൊണ്ടിരിക്കുന്നു. ഈ നിർമ്മലാ സീതാരാമൻ്റെ അതേ അനുഭവം തന്നെയാണ് ഇവിടെ നമുക്ക് ശൈലജ ടീച്ചറിനുണ്ടായത്. ശൈലജ ടീച്ചറിന് സംഭവിച്ച കുഴപ്പം ആദ്യത്തെ പാളിച്ച അവിടെ മട്ടന്നൂരിൽ നിന്നും 60,000 വോട്ടിന്, അതായത് പിണറായി വിജയനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിന് മട്ടന്നൂരിൽ നിന്ന് ജയിച്ചു എന്നുള്ളപ്പം അവരുടെ പൊളിറ്റിക്കൽ ഫ്യൂച്ചർ അവരില്ലാതാക്കി. വടകര ഷാഫിയോട് മത്സരിക്കുമ്പോൾ അവരെ അപമാനിക്കാവുന്ന രീതിയിലാണ് തോൽപ്പിക്കുന്നത്. സ്ക്രീൻഷോട്ടും സ്ക്രീൻഷോട്ടും എൻ്റെ മറ്റേ ചിത്രങ്ങൾ ഇറങ്ങിയിട്ടുണ്ടെന്ന് വരെ ഇവരെ കൊണ്ട് പറയിപ്പിക്കുന്ന രീതിയിലേക്ക് പാർട്ടിയുടെ ആ ഭീകരമായ യന്ത്രം ചക്രം ഉരുണ്ടുകയറാണ് ഇവരുടെ. വീണ്ടും സണ്ണി ജോസഫിനെ തോൽപ്പിക്കാനെന്ന് പറഞ്ഞ പേരാവൂർ മത്സരിക്കാനായിട്ട് മാറ്റുക. അതിൻ്റെ അർത്ഥം സണ്ണി ജോസഫിനെ ആയിരുന്നില്ല തോൽപ്പിക്കേണ്ടിയിരുന്നത്, പകരം ശൈലജ ടീച്ചറെ ഇല്ലാതാക്കാനുള്ള അവസാനത്തെ തോൽവി ശൈലജ ടീച്ചറിന് കൊടുക്കാൻ വേണ്ടി പിണറായി വിജയനും കൂട്ടരും രാകേഷും ഒക്കെ കൂടെ ചേർന്ന് നടത്തിയ ഒരു ഗൂഢാലോചനയായിരുന്നു. പകരം ശൈലജ ടീച്ചറെ മാറ്റിക്കഴിഞ്ഞാൽ തോറ്റു കഴിഞ്ഞാൽ പകരം കൊണ്ടുവരാൻ ആളെ റെഡിയാക്കി വെച്ചിരിക്കുകയായിരുന്നു. ആരാ? PK ശ്യാമള, ഗോവിന്ദൻ്റെ ഭാര്യയോടെ റെഡിയാ. ശൈലജ ടീച്ചർ ഏത് പോസ്റ്റിലിരുന്നോ അല്ലെങ്കിൽ വീണ ജോർജ് ഏത് പോസ്റ്റിലിരുന്നോ ആ പോസ്റ്റിലേക്ക് കൊണ്ടുവരാൻ മൂന്നാമത്തെ ടേം കിട്ടിയാൽ ഉറപ്പായിട്ടും നമുക്കൊരു ആരോഗ്യമന്ത്രി ഉണ്ടാകുമായിരുന്നു. അത് PK ശ്യാമളയായിരുന്നു, അവർ ജയിച്ചിരുന്നെങ്കിൽ. പക്ഷെ ജനങ്ങളിതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ജനങ്ങൾ ഇവരെ ശിക്ഷിക്കേണ്ട രീതിയിൽ തന്നെ ഇവരെ ശിക്ഷിച്ചു. അപ്പം ശൈലജ ടീച്ചറും നിർമ്മലാ സീതാരാമനെ കമ്പയർ ചെയ്യാൻ കാരണം താരതമ്യേന അവർ വലിയ ഭയങ്കര അത്ഭുതങ്ങൾ കാണിച്ചു എന്നല്ല പറഞ്ഞത്. താരതമ്യേന ചീത്തപ്പേരുണ്ടാക്കാതെ താൻ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിക്കും ഗവൺമെൻറ്റിനും ഒരു നല്ല ഇമേജ് ഉണ്ടാക്കി കൊടുക്കാൻ സഹായിച്ചവരാണ് ഇവർ രണ്ടുപേരും. നാളെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരാകണമെന്ന് CPM പ്രവർത്തകർ, ഹാർഡ് കോർ CPM പ്രവർത്തകരുടെ ഇടയിൽ ഒരു രഹസ്യ ബാലറ്റ് നടന്നാൽ ഉറപ്പായിട്ടും ഞാൻ പറയുന്നു
ശൈലജ ടീച്ചറായിരിക്കും. അതുപോലെ തന്നെ കേന്ദ്രത്തിൽ ഇപ്പം ഇല്ല, ഒരു 6 മാസം മുമ്പ് അല്ലെങ്കിൽ 1 വർഷം മുമ്പ് ഒരു വോട്ടിംഗ് നടന്നിരുന്നെങ്കിൽ പ്രധാനമന്ത്രിയാകാൻ മോഡി കഴിഞ്ഞാൽ ഇപ്പം തൽക്കാലം മോഡി യോഗ്യതയുള്ള ആളായിട്ട് നിർമ്മലാ സീതാരാമൻ മാറുമായിരുന്നു. ആ ലെവലിലേക്ക് അവരെ വളർന്നു കഴിഞ്ഞു. കാരണം സാമ്പത്തിക പ്രതിസന്ധികളെ മാനേജ് ചെയ്യുന്നതിൽ അവർ കാണിച്ച കൈയടക്കം മറ്റാരേക്കാൾ ഭയങ്കരമാണ്. മറ്റാരേക്കാൾ മോഡിക്ക് ഇത് അറിയത്തില്ല എന്നുള്ള, സാമ്പത്തിക ശാസ്ത്രം അറിയത്തില്ല എന്നുള്ളത് നാട്ടുകാർക്കറിയാം. അപ്പോൾ ഈ നിർമ്മലാ സീതാരാമനെ ഒന്നോർക്കണം, ഭർത്താവ് ഏത് സമയത്ത് വിമർശിക്കുകയാണ്, ആ സമയത്ത് പോലും നമ്മുടെ ധനകാര്യ ബജറ്റ് അല്ലെങ്കിൽ കോവിഡിൻ്റെ കാലത്ത് പോലും അത് പിടിച്ചു നിർത്താൻ, വളർച്ച പിടിച്ചു നിർത്താനും കൂടുതൽ തകരാതെ നോക്കാനെങ്കിലും നിർമ്മലാ സീതാരാമൻ സാധിച്ചു. ഈ 2 സംഭവങ്ങളും കാണിക്കുന്നത്, ഒന്ന് സ്ത്രീകളോടുള്ള ഒരു അവഗണന. ഇവിടെ KR ഗൗരിയമ്മയുടെ, സുശീല ഗോപാലിൻ്റെയൊക്കെ കാര്യം നമ്മൾ പറയാറുണ്ട് കേരളത്തിൽ. അതുപോലെ എല്ലാ സംസ്ഥാനത്തും അങ്ങനെയുള്ള തരംതിരിക്കലുകൾ, അല്ലെ പിന്നെ വലിച്ചെറിയുക, കരിയേപ്പില പോലെ എറിയുക എന്നുള്ള പരിപാടിയുണ്ട്. അതിൽ ഇടതുപക്ഷവും വ്യത്യാസമല്ല, TPM പിന്നെയും കോൺഗ്രസ്സാണ് ഭേദം. കോൺഗ്രസ് സോണിയാഗാന്ധിയെ കുറേ കൊല്ലങ്ങൾ, ഇപ്പോഴും സോണിയാഗാന്ധി അനിശ്ചിത നേതാവായിട്ട് തുടരുകയാണ്. പക്ഷെ അവർ നാളെ പ്രധാനമന്ത്രിയാകാനായിട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ സംഗതി മാറും. അല്ലേ, സോണിയാഗാന്ധിക്ക് ഒരു പലവട്ടം കിട്ടിയിട്ടുണ്ട് പ്രധാനമന്ത്രിയാണ്. അന്ന് അത് എനിക്ക് അതിനോട് താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മൻമോഹൻ സിംഗിനെ മുമ്പോട്ട് വെക്കുന്നതും പിന്നീട് മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രിയാക്കുന്നതല്ല. അല്ല, അതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. സോണിയാഗാന്ധി ആകാതിരുന്നതിന് വേറെ കാരണങ്ങളും പറയാം. ഒന്നീ പറഞ്ഞ വിദേശ വനിതയാണെന്നുള്ളത് സാധാരണ ചാർത്തപ്പെട്ട് കഴിഞ്ഞായിരുന്നു. അപ്പോൾ അത് മാത്രമല്ല, അത് പിന്നീട് വരും ദിവസങ്ങളിൽ കോൺഗ്രസിനെ ഇല്ലാണ്ടാക്കുന്നുള്ളതും പുറത്തുനിന്നുള്ള ഒരു പ്രധാനമന്ത്രി അത്തരത്തിലുള്ള ഓൾറെഡി ഒരു ടാർഗറ്റ് നടക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുടെ പൗരത്വമായി ബന്ധപ്പെട്ട പലതരത്തിലെ കേസുകൾ സുപ്രീം കോടതിയിൽ ഇലക്ഷൻ സമയത്ത് പോകുന്നല്ല നമ്മൾ പലവട്ടം കണ്ടതാണ്. അതുകൊണ്ട് കോൺഗ്രസ് എടുത്ത തീരുമാനം വളരെ നല്ലതായിരുന്നു. കോൺഗ്രസ് അല്ല, അതിലും അപകടകരമായ വേറൊരു കാര്യം, ഞാൻ മറ്റൊരു എൻ്റെ വിശ്വാസം അല്ലെ എൻ്റെ കണക്ക് കൂട്ടൽ, സോണിയാഗാന്ധി പ്രധാനമന്ത്രിയാകാൻ വരാത്തതിൻ്റെ കാരണം, നെഹ്റു കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും പ്രധാനമന്ത്രിയായാൽ പഞ്ചാബികളുടെ സിഖ് സമൂഹത്തിൻ്റെ പക, വൈരാഗ്യബുദ്ധി എന്ന് പറയുന്നത് ഭയങ്കരമാണ്. ഡയറിനെ വെടിവെക്കാൻ അങ്ങ് പോയി, ലണ്ടനിൽ പോയി. ഇവിടെ സിഖുകാരെ കൂട്ടക്കൊലയ്ക്ക് കൂട്ടുന്ന സോണിയാഗാന്ധി അക്കാലത്ത് അവർക്ക് ഏറ്റവും രാജീവ് ഗാന്ധിയുടെ ഭാര്യ എന്നുള്ളതിൽ പ്രധാനപ്പെട്ട ബ്ലൂ സ്റ്റാർ പ്രശ്നമായി ബന്ധപ്പെട്ട പ്രശ്നമൊക്കെ. ബ്ലൂ സ്റ്റാർ മാത്രമല്ല, അത് കഴിഞ്ഞ് ഡൽഹിയിലെ സിഖുകാരെ ഓടിക്കാൻ നോക്കിയില്ലേ, ഇന്ദിരാഗാന്ധിയെ കൊന്നതിൻ്റെ പേരിൽ ഡൽഹിയിലെ സിഖുകാരോട് കാണിച്ച ക്രൂരത. അപ്പം അവിടെ വളരുന്നവരുടെ പക സോണിയാഗാന്ധിയെ ഭയപ്പെടുത്തിയിട്ടുണ്ട്. അല്ല, പറഞ്ഞ ആരെങ്കിലും സോണിയാഗാന്ധിയോട് വേണ്ടപ്പെട്ടവർ അവർ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ആ കാരണം സെക്യൂരിറ്റി റീസണും സോണിയാഗാന്ധി മാറി നിന്നൊരു കാരണമായും. പക്ഷെ അത് പറയുന്നതിനേക്കാൾ വളരെ മറ്റേ പറയാം, ത്യാഗം, എനിക്ക് വേണ്ട, ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു. അപ്പോൾ ആ ഇമേജ് ഇവിടെ ഉണ്ടാക്കാൻ സോണിയാഗാന്ധിക്ക് സാധിച്ചു. അത് ഒരു വശം. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത്, കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഇന്ദിരാഗാന്ധി കാണിച്ചു തന്ന ഒരു സ്ത്രീ വനിതയ്ക്ക് എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് കാണിച്ചു തന്നു. ആരെല്ലാം പറഞ്ഞാൽ അപ്പുറം ബനാസിർ ഭൂട്ടോയും ഖാലിദാസിയെയും ഒക്കെ കുറേ നാളത്തെക്കാളും ഇവരെല്ലാം തകർന്നത് എന്തുകൊണ്ടാണെന്നറിയോ? രാജ്യത്തെ മറ്റു രീതിയിൽ ചെയ്യാമെന്നുള്ള അഴിമതി എന്ന് പറയുന്ന സർക്കിളിൽ പെട്ടുപോയപ്പോൾ ഇവരെല്ലാം തകർന്നു. നിർമ്മലാ സീതാരാമനെ പറ്റി ഇതുവരെ അങ്ങനെ ഒരു ആരോപണം വന്നിട്ടില്ല. ശൈലജയെ പറ്റി വന്നു കഴിഞ്ഞു. അത് മാർക്സിസ്റ്റ് പാർട്ടി സോഷ്യൽ തന്നെയായിരിക്കും വരുന്നത്. കാരണം അവരെ ഇല്ലാതാക്കേണ്ട ആവശ്യമുള്ളവരുണ്ട് വേറെ. നിർമ്മലാ സീതാരാമനെതിരായിട്ട് BJPയിൽ നിന്നും അങ്ങനെ ഒരു ആരോപണം വന്നിട്ടില്ല. ഒരു ടസിൽ പവർ ഉണ്ടായാൽ, അല്ലെങ്കിൽ ആരൊക്കെ തമ്മിൽ ആരാകണോ, രാജ്നാഥ് സിംഗ് ആകണോ, യോഗി ആകണോ, അമിത്ഷാ ആകണോ, മോഡി തന്നെ കണ്ടിന്യൂ ചെയ്യണോ, ഇങ്ങനൊരു പവർ സ്ട്രഗിൾ ഉണ്ടായാൽ ചിലപ്പോൾ ഈ പറഞ്ഞ ആരോപണങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അല്ല, വരാൻ സാധ്യതയുണ്ട്. എന്നാൽ പോലും BJPയുടെ ചിലപ്പോൾ ഓട്ടോമാറ്റിക് ചോയ്സായിട്ട് ആരും മാറും? നിർമ്മലാ സീതാരാമൻ മാറും. നാളെ ഇവർക്ക് വെല്ലുവിളിയായിട്ട് വളർന്നു വരാൻ പറ്റുന്നൊരു ഇമേജ് അവർ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഒറ്റ കാര്യം നോക്കിയാൽ മതി, ആ ഓഖി ദുരന്ത സമയത്ത് ജനങ്ങൾ വളരെ വയലൻ്റായിട്ട് നിൽക്കുന്ന സമയത്ത് പിണറായി വിജയനോട് കാരണം ഇറങ്ങാൻ പോലും പറ്റിയില്ല. ആ സമയത്ത് എല്ലാ തരത്തിലും അവർക്ക് ശത്രുതയുള്ള BJP ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയായിട്ട് വന്നിട്ട് കൂടി അവർ കൈകൂപ്പിക്കൊണ്ട് നേരെ ആ ബഹളം ശൗര്യത്തോടെ നിൽക്കുന്ന ആൾക്കൂട്ടത്തിൻ്റെ അടുത്തേക്ക് നടന്നു ചെല്ലുമ്പോൾ അവരെ കീഴടക്കായത്. അത് BJPക്കാരനെ ഒരിക്കലും സാധിക്കണ കാര്യമല്ല. അങ്ങനെ ഒരു പെരുമാറ്റം ഒരു BJP നേതാവിൽ നിന്നുണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ ഇവരങ്ങനെയല്ല പെരുമാറുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ശൈലജ ഈ പറഞ്ഞ പോലെ നിർമ്മലാ സീതാരാമനോട് എനിക്കുള്ള പല വിയോജിപ്പുകളൊന്ന് ഈ പറഞ്ഞ പോലെ ഉള്ളിവില വലിയ തരത്തിൽ കൂടും. ഞാൻ ആ സമയത്ത് ഇലക്ഷൻ ക്യാമ്പയിനിൻ്റെ ഒരു മഹാരാഷ്ട്രയിലെ കാര്യം 2024 ലോക്സഭ ഇലക്ഷനിൽ. അപ്പോൾ അന്ന് ഒരു പ്രോഗ്രാമിൻ്റെ ഇടയിൽ കർഷകരുമായി ബന്ധപ്പെട്ട് ചില കർഷകർ ഉള്ളിയുടെ കാര്യം ചോദിച്ചു. അപ്പം പറഞ്ഞത് തീരെ വിലയിലാണ് ഇരുന്നപ്പോൾ ഞാൻ ഉള്ളി കഴിക്കില്ല, പിന്നെ നിങ്ങളൊക്കെ എന്തിനാണ് കഴിക്കുന്നത്, ഞങ്ങൾ ഉയർന്ന ജാതിക്കാർ ഈ സാധനം കഴിക്കില്ല, അത്തരത്തിലുള്ള ഒരു മനോഭാവത്തിലോട്ട് പോകുന്നു എന്നുള്ളത്. അപ്പം ഒരു പരിധി വരെ ഈ പറഞ്ഞ പോലെ സവർണ സ്ഥാനം കൃത്യമായിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ് എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഇത്തരത്തിലോ കർഷകരെ ഇല്ലാണ്ടാക്കുന്ന മറുപടി പറഞ്ഞൊരു നേതാവ് കൂടിയായിരുന്നു നിർമ്മലാ സീതാരാമൻ.
അല്ല, അത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പക്ഷെ അവർക്ക് പറയാം ഞാൻ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞൊരു കുഴപ്പമില്ല. പക്ഷെ മറിച്ച് മറ്റുള്ളവരോട് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നതിനാ തെറ്റ്. അവിടെയാണ് സ്വേച്ഛാധിപത്യ സ്വഭാവം വരുന്നത്. അവരുടെ എന്തുമായിക്കോട്ടെ, അവരുടെ ജാതിയോ മതപരമായ നിഷ്കർഷിക്കുന്ന ഭക്ഷണക്രമം അവർ പേഴ്സണൽ കാര്യമാണ്, അത് പേഴ്സണൽ കാര്യം. മറിച്ച് നിങ്ങൾ കഴിക്കാൻ പാടില്ലെന്ന് പറയുമ്പോൾ ഇപ്പോൾ പശു ഇറച്ചി എനിക്ക് പശു ഏറ്റവും ഇഷ്ടമുള്ള കഴിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ, അല്ലെ പന്നി നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും, അല്ലെ എനിക്ക് ഇഷ്ടമായിരിക്കും, ഞാൻ കഴിക്കാൻ പാടില്ലെന്ന് നിങ്ങൾ പറയുമ്പോൾ പ്രശ്നം. ഞാനാണത് വേണോ വേണ്ടിയെന്ന് തീരുമാനിക്കേണ്ട ആൾ അല്ലേ? അല്ലാതെ കൊണ്ടുപോയാൽ ഇപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പോൾ സംസാരിച്ച വിഷയം എന്ന് പറയുന്നത് വളരെ കാരണം സ്ത്രീകൾക്ക് റെപ്രസെൻറ്റേഷൻ ഇന്ത്യമാരായിട്ട് എന്തുമാത്രം കിട്ടും. ഇന്ദിരാഗാന്ധി കിട്ടി, ഒന്ന് കണ്ടു. പിന്നെ അത്ര റെപ്രസെൻറ്റേഷൻ എന്തുകൊണ്ട് കിട്ടുന്നില്ല? അത് മമത കുറേ എംപിമാരെ ഉണ്ടാക്കി കൊടുത്തു. ഏറ്റവും കൂടുതൽ റെപ്രസെൻറ്റേഷൻ കൊടുത്ത മമതയാണ്. റെപ്രസെൻറ്റേറ്റീവിൽ ഏറ്റവും വലുത് തൃണമൂൽ കോൺഗ്രസ് തന്നെ മുമ്പിൽ. പക്ഷെ അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ വരുന്നില്ല. പക്ഷെ ഇവിടെ പറയുന്നു, ഇപ്പം ഞാൻ കണക്കൂട്ടി പറയുന്നു, നാളെ മോഡിക്ക് ഏറ്റവും ഭീഷണിയായിട്ട് വരാൻ പോകുന്നത് ഇവർ തന്നെയായിരിക്കും, നിർമ്മല സീതാരാമനായിരിക്കും. അതുപോലെ ഇവിടെ ഒരു പവർ കേരളത്തിൽ പിണറായി വിജയൻ കൾട്ട് മാറ്റി പുതിയൊരു ലീഡർഷിപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ചോയ്സായിട്ട് ശൈലജ ടീച്ചർ വരും. അല്ല, സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ചർച്ച ചെയ്യുമ്പോഴടക്കം ഇന്നത്തെ പ്രധാന വാർത്തകളിൽ പറഞ്ഞ പോലെ ഒന്നും നടക്കുന്നുണ്ട്. CPM സമാന്തര CPM രൂപപ്പെട്ടു എന്നുള്ള തരത്തിൽ വാർത്ത. MA ബേബിയാണ് അതിന് തുടക്കം കുറിച്ചെന്നുള്ളതും അതിന് എന്താ പറയുക മുഖ്യധാരമായിട്ട് മുമ്പിൽ നിൽക്കുന്നത് ശൈലജ ടീച്ചറൊക്കെയാണ് എന്നുള്ളത് ഞങ്ങൾക്ക് വാർത്ത പുറത്തു. ശ്രീമതി എല്ലാവരും ഉണ്ട്, ജയരാജൻ, പി ജയരാജൻ പോലത്തെ എല്ലാ നേതാക്കന്മാരും അതിൻ്റെ പിന്നണിയിൽ അണിനിരക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ സമാന്തരമായിട്ട് CPM-നുള്ളിൽ പിണറായി ഒതുക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ. പക്ഷേ അപ്പോഴും ചർച്ചാ വിഷയമാണ്. ഇന്നേ വരെ ചരിത്രത്തിൽ CPM സംസ്ഥാന സെക്രട്ടറിയായിട്ട് ഒരു സ്ത്രീ വന്നിട്ടില്ല. സുശീല അഗർവാൾ ചാൻസ് കിട്ടി, ഗൗരിയമ്മയ്ക്ക് ചാൻസ് കിട്ടി. ഗൗരിയമ്മനെ ഈ പറഞ്ഞ പോലെ സംസ്ഥാന സെക്രട്ടറി ആക്കിയിട്ടില്ല. പക്ഷെ വന്ന് മുഖ്യമന്ത്രി ഫേസ് ആക്കിയിട്ട് ഗൗരിയമ്മനെ കൊണ്ടുവരുന്നു. അത് പറഞ്ഞത് കേരം വിങ്ങും കേരള നാട്ടിൽ KR ഗൗരി ഭരിക്കട്ടെ എന്നുള്ള തരത്തിലുള്ള വിശ്വവിഖ്യാനമായ സ്ലോഗനൊക്കെ ചൊല്ലിക്കൊണ്ടാണ് അന്ന് ഇലക്ഷനെ ഇടതുപക്ഷം നേരിട്ടത്. പക്ഷെ ജയിച്ചതിന് ശേഷം പിന്നീട് ഈ പറഞ്ഞ പോലെ താഴ്ന്ന ജാതിയാണ് പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഒഴിവാക്കിയത്. അപ്പോൾ ഇത്തരത്തിലുള്ള എന്താ പറയുക വർഗീയപരമായിട്ടും അല്ലെങ്കിൽ വംശീയപരമായിട്ടെല്ലാം പറഞ്ഞു കണ്ടാണ് പിന്നീട് ഗൗരിയമ്മയെ പാർട്ടിയിൽ നിന്നും പതിയെ പിന്നീട് ഗൗരിയമ്മ പുറത്തു വരുന്നതൊക്കെ നമ്മൾ കണ്ടതായിരുന്നു. അതെന്തോ ആയിക്കോട്ടെ. അപ്പോൾ അത്തരത്തിൽ പാർട്ടിക്കുള്ളിൽ CPM-നുള്ളിൽ ഒരു പരിധി വരെ അവർ വനിതാ മതിലും വനിതാ സംരക്ഷണ മതിലൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നില്ല അവർക്കാർക്കും ഈ പറഞ്ഞ പോലെ സ്ത്രീകളോട് ഇത്ര വലിയൊരു അനുകമ്പ ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അതിപ്പോൾ കേന്ദ്രത്തിലായാലും മോദി ഒരിക്കലും അവിടെ അമിത്ഷാ ഇനി വരികയാണെങ്കിൽ ഒരു പക്ഷേ അമിത്ഷാ യോഗ്യൊക്കെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു ധാരണ. ഒരിക്കലും അവിടെ സ്ത്രീകൾക്ക് കൊടുക്കും തോന്നുന്നില്ല. അപ്പം എന്തായാലും തഴയപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഒന്ന് കേരളത്തിലാണെങ്കിൽ ശൈലജ നിലവിൽ സമകാലിക രാഷ്ട്രീയത്തിൽ കേരളത്തിൽ ശൈലജയാണെന്നുണ്ടെങ്കിൽ ദേശീയ തലത്തിൽ അത് നിർമ്മല സീതാരാമൻ ആകുന്നതേ ഉള്ളൂ. ഈ രണ്ട് ഇമേജസ് ഉണ്ട് ഇവിടെ. അതിൽ ആരാണ് സക്സസ് ആകാൻ പോകുന്നത് അറിയത്തില്ല. എന്നാൽ പോലും വരുന്ന ഏതാനും മാസങ്ങൾ അല്ലെങ്കിൽ ഏതാനും വർഷങ്ങൾ വളരെ നിർണായകമായിരിക്കും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ.